ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പുന്നിയാർ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. വൈകുന്നേരം ഏകദേശം ഒരു 3:45 ആയിട്ടുണ്ടാവും. ഒരു ഇൻസ്റ്റാഗ്രാം റീൽ കണ്ട് ഇറങ്ങിയതാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ കുറേ വളവും തിരിഞ്ഞൊക്കെ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചായക്കട കണ്ടു. എന്നാൽ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല സ്ഥലമാണ് കേട്ടോ. ഇവിടെ ആ ബെഞ്ച് പോലെ ഇരിക്കുന്ന സ്ഥലത്തിരുന്നിട്ട് ചായ കുടിക്കാനൊക്കെ നല്ല വൈബാണ്. അമ്പാടി ടീ ഷോപ്പ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ 2 ചായ കുടിച്ചു. അവിടെ ഇരുന്നു കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്നു കേട്ടോ. അങ്ങനെ പോകുന്ന ഇടയ്ക്കാണ് ആ റീലിൽ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ പള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പള്ളിയായിരുന്നു അത്. അപ്പോൾ ജസ്റ്റ് കണ്ടു. വഴിയിൽ വെച്ച് ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാൽ ആ പള്ളിയിലോട്ട് കയറുന്ന ഒരു റോഡുണ്ട്, അവിടേക്ക് കയറ്റി വണ്ടി നിർത്തിയിട്ട് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല സ്ഥലമാണ്, നല്ല അടിപൊളി സ്ഥലമാണ്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു കേട്ടോ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ ചെറുതായിട്ട് അരുവി ഒക്കെ ഉണ്ട്, ചെറിയ അരുവിയൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച്. ഇതിൻ്റെ അപ്പുറത്ത് ഒരു പാറയിലൂടെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെയൊക്കെ ചാടുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നു. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വെറുതെ വണ്ടിയിലിരുന്ന് പോകാൻ തോന്നും. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ അവിടുത്തെ പ്ലേസൊക്കെ. നല്ല തണുപ്പും കൂടെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ പ്രത്യേകിച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു പ്ലേസ് കണ്ടത്. ജസ്റ്റ് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് ഇറങ്ങി കേട്ടോ. എന്തായാലും പോവാണ്, എന്നാൽ കാണുന്ന നല്ല സ്ഥലങ്ങളൊക്കെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇതിൻ്റെ ടോപ്പിൽ, മലയുടെ ടോപ്പിൽ 2-3 നേരം ഇരിക്കണോണ്ടപ്പോഴാണ് ഞങ്ങൾ എന്നാൽ ഇവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ മേളിലോട്ടൊന്നും കയറിയില്ല കേട്ടോ. കാരണം ഒന്നാമത് ടൈം ഒരു 5 മണിയൊക്കെ 5 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സേഫ്റ്റി നോക്കണമല്ലോ. ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞ് ചുമ്മാ എല്ലാ വെയിലി പിടിച്ച് കയറ്റരുതല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ താഴെ നിന്ന് മാത്രമാണ് കേട്ടോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനാണെങ്കിൽ ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ പൂക്കളെ പറ്റിയൊക്കെയുള്ള വീഡിയോസ് കൂടുതലായിട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി ചെറിയ ചെറിയ പൂവൊക്കെ ഉണ്ടെങ്കിൽ അപ്പം കയറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും കേട്ടോ. അതിൻ്റെ അങ്ങനെയൊരു ഇതെന്ത് പൂവാന്ന് എന്താ സാധനം എന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ നല്ല രസമല്ലേ കാണാൻ. ഈ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ് കേട്ടോ. എന്തൊരു പ്രത്യേക ഭംഗിയുണ്ട് ഇതിന്. കാരണം ആ അറ്റ്മോസ്ഫിയറും എന്താ പൂവോ ചെടിയോ എന്താണെന്നറിയില്ല, ആ സാധനം അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടോ. അപ്പോഴും കുറേ നേരമായിട്ടും പോയിട്ട് സ്ഥലം കാണുന്നില്ല. ഞങ്ങളിപ്പോൾ എത്തുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ പോയത്. അങ്ങനെ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ അടുത്തെത്താറായിട്ടില്ല, എന്നാലും ഏകദേശം ഈ ഒരു പ്ലേസിൽ നിന്ന് കുറച്ചുകൂടി പോയാൽ വാട്ടർഫോൾസിലോട്ട് എത്താം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്നതിനിടയ്ക്കാണ് റോഡിൻ്റെ സൈഡിൽ ചെറിയൊരു പുഴ പോലെ ഒഴുകുന്നുണ്ടത്. അപ്പോൾ ഞങ്ങൾ അവിടെയൊന്ന് വണ്ടി നിർത്തി കേട്ടോ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമുണ്ടായിരുന്നു. വെറുതെ ഒരു വൈകുന്നേര സമയമൊക്കെ ഇതുപോലത്തെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ നല്ലൊരു വൈബായിരിക്കും. കണ്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഒഴുകുന്ന കാണാൻ വേണ്ടിയിട്ട്, വെള്ളമൊക്കെ ഒഴുകാൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയും നിർത്തി വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിലൊന്നും ഒറ്റ മനുഷ്യന്മാരില്ല. കുറച്ച് നേരം അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കിയിട്ട് പോയി. അടുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ വാട്ടർഫോൾസാണ് കേട്ടോ. വഴിയിലൊക്കെ ആരും കാണാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം സേഫാണോ എന്നൊന്നും അറിയാൻ പാടില്ലല്ലോ. എന്താ അവിടെ നമ്മുടെ പുന്നിയാർ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ ഗ്രീൻ കളർ ബോർഡ്. അങ്ങനെ ഞങ്ങൾ ആ സ്വാഗതം എന്ന് പറഞ്ഞ എഴുതിയില്ല, അതാണ് പുന്നിയാർ വാട്ടർഫോൾസിലോട്ട് പോകുന്ന വഴി. ഇതാണ് കേട്ടോ പുന്നിയാർ വാട്ടർഫോൾസിൻ്റെ അവിടെയുള്ള ചെറിയ ചെറിയ അരുവികളൊക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, വാട്ടർഫോൾസ് കാണാൻ പറ്റിയില്ല. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, അവിടെ തന്നെയാണ് വാട്ടർഫോൾസ്, പക്ഷേ കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് വാട്ടർഫോൾസ് കാണാൻ പറ്റുന്നില്ല. ഒന്നാമത് സമയം അത്രയും വൈകിയതുകൊണ്ട്.